മലയാള കവിതയിലെ വാർപ്പു മാതൃകകളെ പൊളിച്ചെഴുതിയ ആധുനികതയ്ക്ക് അടിത്തറ പാകിയ കവി കെ അയ്യപ്പ പണിക്കർ എന്ന അത്ഭുത പണിക്കർ. കേവലം വരികൾ കുറിച്ചു വെക്കുന്നതിനുമപ്പുറം തമാശയും ദാർശനികതയും ഒരേ സമയം ചേർത്ത് വെച്ച് മലയാളിയെ വേറിട്ടൊരു കാവ്യ സംസ്കാരം പഠിപ്പിക്കാൻ അയ്യപ്പ പണിക്കർക്ക് സാധിച്ചു. കുരുക്ഷേത്രം എന്ന വിപ്ലവാത്മക കാവ്യത്തിലൂടെയാണ് അദ്ദേഹം ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത്. ആധുനിക മലയാള കവിതയുടെ മാനിഫെസ്റ്റോ എന്നാണ് കുരുക്ഷേത്രം എന്ന കവിതയെ വിശേഷിപ്പിക്കാറ്. മലയാള ഭാഷയിലെ കവിതാ സങ്കല്പത്തെ തന്നെ മാറ്റിമറിക്കാൻ ഈ കവിതയ്ക്ക് സാധിച്ചു. ഇന്ന് അദ്ദേഹം വിട വാങ്ങിയിട്ട് 20 വർഷം തികയുകയാണ്. നർമ്മവും സ്വാഭാവികതയും നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ വരികൾ. അന്ന് അയ്യപ്പ പണിക്കർ, ഇപ്പോൾ വയ്യപ്പ പണിക്കർ എന്നാണ് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ തമാശ രൂപേണ അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത്. ഭരണകൂടത്തിന്റെ പൊള്ളത്തരങ്ങളെ തുറന്നു കാണിക്കാനും അയ്യപ്പ പണിക്കരുടെ കവിതകൾക്ക് സാധിച്ചു. കടിക്കല്ലേ പിടിക്കല്ലേ കടുപ്പം കാട്ടല്ലേ എൻ്റെ അമ്മച്ചി, ഈ കടുക്ക ഞാൻ കുടിച്ചോളാം എന്ന മൂർച്ചയുള്ള വരികൾ അദ്ദേഹത്തിൻ്റെതായിരുന്നു. നാവടക്കൂ പണിയെടുക്കൂ എന്ന നയത്തിനെതിരെ കടുക്ക എന്ന കവിതയിലൂടെയാണ് അദ്ദേഹം ഇങ്ങനെ തുറന്നടിച്ചത്. 1975 അടിയന്തരാവസ്ഥക്കാലത്തിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ കവിത രചിച്ചത്. ലളിതമായ രീതിയിൽ കവിതയെ അവതരിപ്പിക്കുമ്പോൾ തന്നെ തീവ്രമായ ആശയങ്ങൾ അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. കെ അയ്യപ്പ പണിക്കരെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് കാടെവിടെ മക്കളെ എന്ന കവിതയാണ്. കാടെവിടെ മക്കളെ, മേടെവിടെ മക്കളെ, കാട്ടുപുൽ തകടിയുടെ വേരെവിടെ മക്കളെ എന്ന അയ്യപ്പ പണിക്കർ കുറിച്ചത് പരിസ്ഥിതി ചൂഷണത്തിനെതിരെയാണ്. കവി എന്നതിനപ്പുറം വിവർത്തകൻ, സാഹിത്യ നിരൂപകൻ, അധ്യാപകൻ, ഗവേഷകൻ എന്നീ നിലകളിൽ ആഗോള സാഹിത്യത്തെ മലയാളത്തിലും മലയാള സാഹിത്യത്തെ ലോകത്തിനും പരിചയപ്പെടുത്തുന്നതിൽ അദ്ദേഹം മുൻപന്തിയിൽ നിന്നു. ലേഖനങ്ങളിലൂടെയും കാർട്ടൂൺ കവിതകളിലൂടെയുമാണ് അദ്ദേഹം ജനങ്ങളോട് സംവദിച്ചത്. 1930 സെപ്റ്റംബർ 12 ജനിച്ച് കെ അയ്യപ്പ പണിക്കർ 2006 ഓഗസ്റ്റ് 23 നമ്മോട് വിട വാങ്ങിയത്. പത്മശ്രീ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ് എന്നിങ്ങനെ മഹാപുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. അഭിമുഖങ്ങളോട് കടുത്ത വിമുഖത കാണിച്ചിരുന്ന കവി കൂടിയായിരുന്നു അയ്യപ്പ പണിക്കർ. ഒരിക്കൽ മാത്രമാണ് അദ്ദേഹം അഭിമുഖം നൽകിയിട്ടുള്ളത്. കവിതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു ആദ്യമായും അവസാനമായും കെ അയ്യപ്പ പണിക്കർ അഭിമുഖത്തിന് തയ്യാറായത്. പരീക്ഷണാത്മകതയെ ഭയപ്പെടാതെ കവിതയെ നിരന്തരം പുതുക്കിപ്പണിത ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ ഇന്നും മലയാള സാഹിത്യത്തിലെ ആധുനികതയുടെ അമരക്കാരനായി നിലകൊള്ളുന്നു.